കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നമുക്കായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാലല്ലാതെ നമുക്ക് ദൈവത്തെ ദൈവവചനത്തിലൂടെ നമുക്ക് അറിയാനോ അനുഭവിപ്പാനോ സാധ്യമല്ല. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യുന്നു? ആരാധിക്കുക. ദൈവവചനം എന്ന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ ഉള്ളത്തിലേക്ക് വ്യാപരിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ. വചനമെന്ന സത്യത്തിലേക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മപകർച്ച ഉണ്ടാകും. വചനത്തിലും ദൈവത്തിൻ്റെ ആത്മാവിലുമായിരിക്കണം ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവം അവർക്ക് പകലിൽ അവർക്ക് മകളിൽ മേഘസ്തംഭം എന്ത് ചെയ്തു? ഒരുക്കി. രാത്രിയിൽ അഗ്നിത്തൂണ് അവർക്ക് എന്ത് ചെയ്തു? ഒരുക്കി. പകൽ മേഘം, രാത്രിയിൽ അഗ്നിത്തൂൺ എന്ന് പറയുന്നത് പോലെ പുതിയ നിയമസഭയ്ക്കും രാത്രിയും പകലും എന്നുള്ളത് പോലുള്ള അനുഭവങ്ങൾ ഉണ്ട്. എന്നാൽ ഈ പകൽ മേഘസ്തംഭം എന്നുള്ളത് പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മകളിൽ എന്ത് ചെയ്യുന്നു? വ്യാപരിക്കുന്നു. സ്തോത്രം. എന്നാൽ ഈ ലോകം നമുക്ക് യോഗ്യമല്ല. പോരാട്ടങ്ങളുണ്ടാകും, കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഉണ്ടാകുമ്പോൾ ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ എന്ത് ചെയ്യും? മുൻപിലേക്കൊന്നും കാണാൻ കഴിയാത്ത ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടാകും. അന്ധകാരത്തിൻ്റെ പോരാട്ടത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ ദൈവവചനത്തിലേക്ക് വരണം. ഹല്ലേലൂയ. അപ്പോൾ വചനമാണ് അന്ധകാരത്തിൽ നമുക്ക് വെളിച്ചം പകരുന്നത്. ഗ്ലോറി ടു ഗോഡ്. പകലിൽ മേഘം പോലെ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ ആത്മപകർച്ച ഉണ്ടാകുന്നു. ഇരുട്ടിൻ്റെ അനുഭവങ്ങളുടെ മധ്യത്തിൽ വീണ്ടും വെളിച്ചത്തിലേക്ക് ഒരു വ്യക്തിക്ക് വരണമെങ്കിൽ ദൈവവചനത്തിലൂടെ അല്ലാതെ വെളിച്ചത്തിലേക്ക് വരാൻ സാധ്യമല്ല. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? സംഭവിക്കണം. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പകൽ മേഘവും രാത്രി അഗ്നിത്തൂണും എന്നപോലെ പുതിയ നിയമ ഇസ്രായേൽ നിത്യതയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, നിത്യ കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, സിയോനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മകളിൽ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായിരിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഇരുട്ടിൻ്റെ അനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും ദൈവവചനത്തിലേക്ക് വരണം. വചനത്തിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മകളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ വചനത്തിലും ആത്മാവിലുമാണ് നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യാൻ? ആരാധിക്കാൻ, അനുഗമിപ്പാൻ. വചനത്തിലൂടെ അല്ലാതെ ദൈവത്തെ അനുഗമിപ്പാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിനെ അല്ലാതെ ദൈവത്തെ അനുഗമിപ്പാൻ സാധ്യമല്ല. ഈ കാര്യം പ്രാരംഭത്തിൽ എല്ലാവരും എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. വചനവും ദൈവത്തിൻ്റെ ആത്മാവിനാലും ആയിരിക്കണം ദൈവസഭ മുന്നോട്ട് പോകുവാൻ, ദൈവജനം മുന്നോട്ട് പോകുവാൻ. കനാനിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു, സിയോനിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു. അതിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ധാരാളമായി ദൈവത്തിൻ്റെ വചനത്തിലേക്കും ധാരാളമായി ദൈവത്തിൻ്റെ ആത്മപകർച്ചയിലേക്കും നമ്മെ എന്ത് ചെയ്യട്ടെ? നയിക്കട്ടെ. നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവനായിരിക്കണം നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് അതിന് നമ്മെ എവരെയും എന്ത് ചെയ്യട്ടെ? സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിപ്പാൻ ഇടയായിരിക്കുന്ന ദൈവവചന ഭാഗങ്ങളിലേക്ക് തന്നെ നമുക്ക് വീണ്ടും വരാം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയും, കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നീതീകരണവും, ആ നീതീകരണവും രക്ഷയും നമ്മൾ അനുഭവമാക്കുന്നതിലൂടെ നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവനെ കുറിച്ചാണ് വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തി നൽകിക്കൊണ്ടിരിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. ഇവിടെ ഒരു നിരപ്പിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? പറയുന്നു. ആ നിരപ്പ് ലഭിക്കുന്നതിന് കാരണം ആയിരിക്കുന്നവനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? പറയുന്നു. അത് ക്രിസ്തുവാണ്. ആ നിരപ്പ് ലഭിച്ചതിലൂടെ നാം ദൈവത്തിൽ എന്ത് ചെയ്യുന്നു?
പ്രശംസിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് ദൈവത്തെ അറിയുവാൻ, അനുഭവിപ്പാൻ, ആരാധിപ്പാൻ ദൈവം അവർക്ക് കൊടുത്തത് ന്യായപ്രമാണമാണ്. ആ ന്യായപ്രമാണം അനുസരിക്കുന്നതിലൂടെ അവർക്ക് നിത്യജീവൻ പ്രാപിക്കാം എന്നുള്ള വിശ്വാസത്തിൽ അവർക്ക് മെശിഹയെ കൂടാതെ എന്ത് ചെയ്യുന്നു? അവർ അവരിൽ തന്നെ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. എന്നാൽ പുറം ജാതികളായിരിക്കുന്ന നമുക്ക് നമ്മുടെ പ്രശംസ ആരിലാണ്? യേശുവിലാണ്. യേശുവിൽ നമ്മൾ പ്രശംസിക്കാൻ കാരണം എന്താണ്? എൻ്റെ ശിക്ഷാവിധി യേശു ഏറ്റെടുത്തു. ആ ശിക്ഷാവിധിയിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവനാണ്. ആ ഒഴിവാക്കപ്പെട്ടതുകൊണ്ട് എൻ്റെ പ്രശംസ യേശുക്രിസ്തു മുഖാന്തരമാണ്. ഞാൻ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു, അതിൽ ഞാൻ ക്രിസ്തുവിൽ പ്രശംസിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ നീതി കൂടാതെ ഒരു ജഡവും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യത്തില്ല? ജീവനിലേക്ക് കടക്കത്തില്ല. ന്യായപ്രമാണം ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുമ്പോൾ നീ ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിനക്ക് അത് കിട്ടും, ഇത് കിട്ടും, എല്ലാം കിട്ടുമെന്ന് ദൈവം എന്ത് ചെയ്തില്ല? പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം 2 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ജീവനും മരണവും ഞാൻ നിനക്ക് മുമ്പിൽ വയ്ക്കുന്നു. നിനക്ക് തിരഞ്ഞെടുക്കാം, എന്ത് ജീവൻ, എന്ത് മരണം. ആത്മാവിൻ്റെ നിത്യജീവൻ, അല്ലാത്ത പക്ഷം ആത്മാവിൻ്റെ നിത്യ മരണം. 2ാം മരണം. 1ാം മരണത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, 2ാം മരണം. 1ാം മരണം ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യനും എന്ത് ചെയ്യും? 1ാം മരണത്തിൽ ഉൾപ്പെട്ടേ മാറ്റപ്പെടത്തുള്ളൂ. എന്നാൽ 2ാം മരണം എന്ന് പറയുന്നത് നിത്യമായ നരകം എന്നുള്ള മരണം. ആ 2ാം മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് എന്ത് കൊടുത്തേ? ന്യായപ്രമാണം കൊടുത്തത്. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും, അതനുസരിക്കാത്തവൻ അതിനാൽ ശിക്ഷാവിധിയിൽ പോകും, മരണപ്പെടും. ഏദൻ തോട്ടത്തിലും ദൈവം 2 കാര്യമാണ് വെച്ചത്. ഒന്ന്, ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് കടക്കും. 2ാമത് പറഞ്ഞ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ മരിക്കും. ഏദൻ തോട്ടത്തിൽ ദൈവം കൊടുത്ത 2 കാര്യം, ജീവനും മരണവും. മനുഷ്യൻ തിരഞ്ഞെടുത്തത് മരണത്തെ. ഹല്ലേലൂയ. മരണത്തെ തിരഞ്ഞെടുക്കുമെന്ന് പറയുമ്പോൾ അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന വേർപാട്, മരണം. ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി മനുഷ്യൻ. ദൈവം സ്നേഹവാനായതുകൊണ്ട് വീണ്ടും ദൈവം എന്ത് ചെയ്തു? അബ്രഹാം നിമിത്തം ദൈവം എന്ത് ചെയ്യുന്നു? ഒരു ജനതയെ തന്നെ എന്ത് ചെയ്യുന്നു? രൂപീകരിക്കുന്നു. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് 12 മക്കൾ, ആ 12 മക്കൾ 12 ഗോത്രങ്ങളായി ഇസ്രായേൽ എന്നൊരു സമൂഹത്തെ ദൈവം എന്ത് ചെയ്തു? എടുത്തതിന് ശേഷം ആ ജനതയ്ക്ക് അബ്രഹാം നിമിത്തം വാഗ്ദത്തം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മോശയിലൂടെ ന്യായപ്രമാണത്തെ ദൈവം എന്ത് ചെയ്യുന്നു? കൊടുക്കുമ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ ജീവനും മരണവും വച്ചിരുന്നത് മനുഷ്യൻ മരണത്തെ ചൂസ് ചെയ്തെങ്കിൽ അവനെ വീണ്ടും ജീവനിലേക്ക് മടക്കിയെടുക്കുവാൻ ദൈവം എന്ത് ചെയ്യുന്നു? പ്രമാണത്തിലൂടെ ജീവനിലേക്ക് കടക്കാൻ ദൈവം എന്ത് ചെയ്യുന്നു? പ്രമാണത്തെ കൊടുക്കുന്നു. ആ പ്രമാണത്തിലൂടെ മനുഷ്യന് പാപം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടുള്ള പരിജ്ഞാനം എന്ത് ചെയ്തു? ലഭിക്കുന്നു. പക്ഷേ പാപത്തെ അതിജീവിക്കാനുള്ള ശക്തി അവനില്ലാതെ പോയി. അങ്ങനെ ദൈവം കൊടുത്ത ന്യായപ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം. അതിൻ്റെ മധ്യത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? അത് നടക്കാതെ വരുമ്പോൾ മനുഷ്യനെ രക്ഷിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമായിരിക്കുകയാൽ കാലത്തിൻ്റെ സമ്പൂർണതയിൽ കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ ജീവിച്ചു കാണിച്ചു. കർത്താവ് എന്താണ് ജീവിച്ചു കാണിച്ചത്? ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച് ജീവിച്ചു കാണിച്ചു. മനുഷ്യൻ അസാധ്യമായിരിക്കുന്ന കാര്യം എന്താണ്? പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. ഏദൻ തോട്ടത്തിൽ ദൈവം കൊടുത്ത ഒരു കൽപ്പനയാണ്, തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ന്യായപ്രമാണത്തിൽ ദൈവം കൊടുക്കുന്നത് 10 കൽപ്പന. ഹല്ലേലൂയ. അവിടെയും മോഹിക്കരുത് എന്ന് പറയുന്ന കാര്യത്തിനകത്ത് മനുഷ്യൻ എന്ത് ചെയ്തു? വീണു, അകപ്പെട്ടു. ദൈവം ഈ ഭൂമിയിലേക്ക് തൻ്റെ പുത്രനെ അയക്കുമ്പോൾ യേശു സകല പാപത്തെ എന്ത് ചെയ്തു? ജയിച്ചവനായി നമ്മുടെ ഇടയിൽ ജീവിച്ച് കാണിക്കുകയാണ്. ന്യായപ്രമാണത്തെ അനുസരിച്ച് ജീവിച്ച് കാണിക്കും. ആ ജീവിച്ച് കാണിച്ചെന്ന കർത്താവ് അവനിൽ പാപമില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ നിഷ്കളങ്കൻ, നിർദോഷിയായവൻ. ഹല്ലേലൂയ.
നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്, ഊനമില്ലാത്ത കുഞ്ഞാട്. നമ്മുടെ സകല പാപങ്ങളും കർത്താവിൻ്റെ മേൽ ചുമത്തപ്പെട്ടിട്ട് ഈ ചുമത്തപ്പെട്ട കുഞ്ഞാട് നമുക്ക് വേണ്ടി ക്രൂശിൽ എന്ത് ചെയ്യുന്നു? യാഗമായി തീരുമ്പോൾ ദൈവം പ്രമാണത്തിൽ കൊടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതനുസരിക്കുന്നവൻ ഇതിനാൽ ജീവിക്കും, ഇതനുസരിക്കാത്തവൻ അതിനാൽ മരിക്കും. മരണമെന്നുള്ള ശിക്ഷാവിധി ഞാൻ അനുഭവിക്കേണ്ടിയെന്നടുത്ത് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ശിക്ഷാവിധി എന്ത് ചെയ്തു? ഏറ്റെടുക്കും. ഗ്ലോറി ടു ഗോഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ശിക്ഷാവിധി ഏറ്റെടുക്കാതെ എനിക്ക് നിത്യജീവനിലേക്ക് പോകാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഗ്ലോറി ടു ഗോഡ്. എൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് ന്യായപ്രമാണത്തിൻ്റെ പൂർണ്ണതയാണ്. അവൻ ന്യായപ്രമാണത്തിൻ്റെ അവസാനമാണ്. ന്യായപ്രമാണത്തെ പൂർണ്ണമായും അനുസരിച്ച് നിവർത്തിച്ചവൻ. യേശുവിൻ്റെ ആ ശരീരത്തെ ഈ മണ്ണിന് മൂടി വയ്ക്കാൻ എന്ത് ചെയ്തില്ല, കഴിഞ്ഞില്ല. മൂന്നാമത്തെ ദിവസം കർത്താവ് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. കാരണം പ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും എന്നത്തെ വാഗ്ദത്ത പ്രകാരം ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിച്ച യേശുവിൻ്റെ ശരീരം വചനപ്രകാരം തന്നെ കർത്താവ് എന്ത് ചെയ്യുന്നു? പുനരുദ്ധാനം പ്രാപിക്കുന്നു മൂന്നാമത്തെ ദിവസം. അപ്പോൾ യേശുവിൻ്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്താ? നിത്യജീവനിലേക്ക് പോകേണ്ടിയ നീതീകരണമാണ് അവിടെ ഇരിക്കുന്നത്. ക്രൂശ് മരണത്തിൽ എന്താണ് ഇരിക്കുന്നത്? ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള രക്ഷയുടെ അനുഗ്രഹമാണ് ക്രൂശിലിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ യേശുവിൻ്റെ ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. അവൻ്റെ പുനരുദ്ധാനത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവനിലേക്കുള്ള നീതീകരണം പ്രാപിക്കാനുള്ള വിശ്വാസം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ അനുഗ്രഹമല്ല ഇവിടെ പറയുന്ന വിശ്വാസം. ഈ വിശ്വാസം നമ്മുടെ ആത്മാവിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കുന്ന വിശ്വാസവും നമ്മുടെ ആത്മാവിനെ നിത്യജീവനിലേക്ക് എത്തിക്കുന്നതും നമ്മളുടെ ഈ ഭൗമ ശരീരത്തെ കർത്താവിൻ്റെ രഹസ്യ വരവിൽ പുനരുദ്ധാനം പ്രാപിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ വിശ്വാസം കഴമ്പുള്ള വിശ്വാസം, അടിസ്ഥാനപരമായി ദൈവത്തിൻ്റെ വചനം നമ്മെ വെളിപ്പെടുത്തി തരുന്ന ഈ വിശ്വാസം നമുക്ക് ലഭിക്കാത്തിടത്തോളം കാലം ആത്മാവിൻ്റെ രക്ഷ അന്യമാണ്. ഗ്ലോറി ടു ഗോഡ്. കേവലം നശിച്ചു പോകുന്ന കുറച്ച് ഭൗമികമായ അനുഗ്രഹങ്ങൾ ദൈവം തരുന്നത് കൊണ്ട് ദൈവം എന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അത് വ്യർത്ഥമായ അനുഭവമാണ്. ഗ്ലോറി ടു ഗോഡ്. തിരുത്തപ്പെടേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ വിശ്വാസം തന്നെ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട വിശ്വാസത്തിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. അതാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചു, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർ ജഡത്തിലാണ് എന്ത് ചെയ്യുന്നത്? പ്രശംസിക്കുന്നത്. കാരണം മെസ്സിഹയെ കൂടാതെ ന്യായപ്രമാണത്തെ സ്വന്തം പ്രയത്നം കൊണ്ട്, ജഡം കൊണ്ട് അനുസരിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് അവർ ജഡത്തിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുമ്പോൾ നമ്മൾ ക്രൂശിലാണ് പ്രശംസിക്കുന്നത്. പുറം ജാതിക്കാരായ നമ്മൾ ക്രൂശിലാണ് പ്രശംസിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ഹല്ലേലൂയ ജഡത്തിൽ ആശ്രയിക്കാതെയും ക്രിസ്തുവേശുവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലാണ് നമ്മുടെ എന്ത്? പ്രശംസ. ഹല്ലേലൂയ. നമ്മുടെ ശിക്ഷാവിധി യേശുവിൻ്റെ മേൽ എന്ത് ചെയ്തു? ചുമത്തപ്പെട്ടു. അത് വിശ്വസിക്കുന്നതിൽ നമ്മൾ പ്രശംസിക്കുന്നു. പുറംജാതിക്കാർക്ക് നിത്യജീവന് വേണ്ടിയിട്ട് ദൈവം എന്തെങ്കിലും കൊടുത്തിരുന്നോ? ഇസ്രായേൽ മക്കൾക്ക് മാത്രമാണ് പ്രമാണം എന്ത് ചെയ്തേ? കൊടുത്തിരുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഈ പ്രമാണത്തിൻ്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവിനെ പുറംജാതിയിലേക്ക് ദൈവം എന്ത് ചെയ്തു? കൊടുത്തു. അക്ഷരം കൊണ്ട് ഇന്നും അവരെന്ത് ചെയ്യുന്നു? ഇരിക്കുമ്പോൾ പുറംജാതിക്കാരായ നമുക്ക് ആത്മാവിനാൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് എന്താണ്? ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാണ്.
പരിശുദ്ധാത്മാവാണ് ന്യായപ്രമാണത്തിന്റെ നിവൃത്തി എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ലഭിച്ചിരിക്കുന്നത്? നിത്യജീവനാണ് ആ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ആത്മാവിന്റെ നിത്യജീവനാണ് അവനിൽ വസിക്കുന്നത്. കാരണം ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാണ് പരിശുദ്ധാത്മാവ്. ആ നിവൃത്തിയാണ് നമ്മുടെ നിത്യജീവൻ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ നമ്മൾ പ്രശംസിക്കുന്നത് നമുക്ക് നിരപ്പിന് കാരണമായ യേശുക്രിസ്തു നിമിത്തമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രശംസിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 11-ാം വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതൊന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണമെങ്കിൽ 9-ഉം 10-ഉം വാക്യത്തിലേക്ക് വരാം. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എന്താണ്? നീതീകരണം. എന്തിലേക്കുള്ള നീതീകരണം? നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിനുള്ള നീതീകരണം. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ന്യായപ്രമാണം പ്രമാണിക്കുന്നവൻ അതിനാൽ എന്ത് ചെയ്യും? ജീവിക്കും. പക്ഷേ പ്രമാണം ലഭിക്കാത്ത പുറംജാതിക്കാർക്ക് ന്യായപ്രമാണത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുമോ? പ്രമാണം ആർക്ക് മാത്രമേ കൊടുത്തുള്ളൂ? ദൈവം യഹൂദ ജനതയ്ക്ക് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ പുറംജാതിക്കാർക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുമോ? എന്നാൽ പുറംജാതിക്കാരെ കൂടെ ദൈവം ക്രിസ്തുവിൽ എന്ത് ചെയ്തു? ഉൾപ്പെടുത്തിയത് കൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയുള്ള രക്ഷയും നീതീകരണവും നമുക്ക് എന്ത് ചെയ്യുന്നു? ലഭ്യമാകുന്നു. ഗ്ലോറി ടു ഗോഡ്. കേവലം നശിച്ചു പോകുന്ന ചില ഭൗമികമായ അനുഗ്രഹങ്ങൾ യേശുക്രിസ്തുവിലൂടെ ലഭിക്കേണ്ടതിനല്ല നമ്മൾ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോടുകൂടെ നടക്കുമ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ശിഷ്യന്മാർ എന്ത് ചെയ്തതാണ്? കണ്ടവരാണ്. പക്ഷേ ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യോഹന്നാൻ സുവിശേഷം മാത്രമല്ല എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ ലേഖനം എഴുതിയിട്ടുണ്ട്. 2 ലേഖനങ്ങളും യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്നാൽ ലേഖന ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തു 3.5 വർഷക്കാലം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചും അതിനെ ആവർത്തിച്ചും എന്ത് ചെയ്തിട്ടില്ല? അവിടെ ഒന്നും എഴുതിയിട്ടില്ല. എഴുതിയിട്ടുണ്ടോ? ഇല്ല. പത്രോസ് കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യനാണ്. യേശുക്രിസ്തു ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെല്ലാം കണ്ടവനാണ് ആര്? പത്രോസിന്റെ 1-2 ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ യേശു ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ ആവർത്തിച്ച് എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. യാക്കോബ് കർത്താവിൻ്റെ സഹോദരനാണ്. യൂദ കർത്താവിൻ്റെ സഹോദരനാണ്. അവരുടെ ലേഖനങ്ങളിൽ എടുത്ത് നോക്കുമ്പോൾ യേശു ഭൗമികമായ ചില അനുഗ്രഹങ്ങളോ വിടുതലുകളോ രോഗശാന്തിയോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ആവർത്തിച്ച് എഴുതിയിട്ടുണ്ടോ? ഇല്ല. അവരെന്താണ് എഴുതിയിരിക്കുന്നത്? പുനരുദ്ധാനം പ്രാപിച്ചതിനനന്തരമുള്ള കാര്യങ്ങൾ ആണ് ലേഖന ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്. സുവിശേഷ ഭാഗങ്ങളിൽ യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളാണ് സുവിശേഷം. എന്നാൽ യേശുക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചതിന് അനന്തരം ഉള്ള കാര്യങ്ങളാണ് ലേഖന ഭാഗങ്ങളിലുള്ളത്. ഉയർത്തെഴുന്നേറ്റ കാര്യങ്ങൾക്ക് ശേഷമുള്ളതാണ് നമുക്കാവശ്യം. നമ്മൾ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങൾ സുവിശേഷ ഭാഗങ്ങളിലകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളോടുകൂടി അവിടെ ശുശ്രൂഷകൾ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ എറ്റേണിറ്റി നമ്മൾ വ്യക്തമായിട്ട് വചനത്തിലൂടെ കാണണമെങ്കിൽ ലേഖന ഭാഗങ്ങളിലേക്ക് വരണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ ജഡപ്രകാരം ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. വിശ്വാസികൾക്കും യേശുവിൻ ജഡപ്രകാരം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത 3.5 വർഷക്കാലം ചെയ്ത ശുശ്രൂഷകൾ ആവർത്തിച്ച് കാണാനാണ് വിശ്വാസികൾക്ക് ഇഷ്ടം. പക്ഷേ പൗലോസ് പറഞ്ഞു, ഞാൻ അവനെ ഇന്ന് ആത്മാവിൽ അറിയുന്നു. പുനരുദ്ധാനം പ്രാപിച്ചവനായിട്ട് ഞാൻ അറിയുന്നു. അവനുമായിട്ടാണ് എനിക്ക് ബന്ധമുള്ളത്. പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവുമായിട്ടാണ് പുതിയ നിയമസഭയ്ക്കും ഇന്ന് ബന്ധം ആവശ്യം. അല്ലാതെ ഈ ലോകത്തിൽ കർത്താവ് 3.5 വർഷക്കാലം ചെയ്ത ഭൗമികമായ ശുശ്രൂഷകളുടെ ആവർത്തിച്ചിട്ടുള്ള ശുശ്രൂഷകൾ കാണാനായിരിക്കരുത് ദൈവത്തിൻ്റെ മക്കളായിരിക്കാൻ. പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിനെ കാണണം. ഗ്ലോറി ടു ഗോഡ്. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും ആത്മാവായി നമ്മുടെ ഉള്ളത്തിൽ സംസാരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. വചനത്തിൻ്റെ വെളിപ്പാടായി അവൻ സംസാരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ ആത്മാവിലൂടെ അവൻ സംസാരിക്കുന്നു. വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. അവൻ പുനരുദ്ധാനം പ്രാപിച്ചവനാണ്. ഗ്ലോറി ടു ഗോഡ്. രക്ഷിക്കപ്പെട്ട ആത്മാഭിഷേകം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കളുടെ വാഞ്ച പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ കർത്താവ് ഈ ലോകത്തിൽ ഫിസിക്കലി നടക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ കണ്ടു. കർത്താവ് ആരാണെന്ന് അറിഞ്ഞു.
കർത്താവിനെ തൊട്ടുനോക്കി അവൻ ആരാണെന്ന് അറിഞ്ഞു. കർത്താവിൻ്റെ ശബ്ദം കേട്ടു, ആ ശബ്ദം എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്നാൽ അതിനെക്കാട്ടിലും മഹത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുനരുദ്ധാനം പ്രാപിച്ചതിന് ശേഷവും ശിഷ്യന്മാർ യേശുവിനെ തൊട്ടു. പുനരുദ്ധാനം പ്രാപിച്ചതിന് ശേഷം തൊടണം, അതാണ് ശരിയായ വിശ്വാസം. ഗ്ലോറി ടു ഗോഡ്. പുനരുദ്ധാനം പ്രാപിച്ച ശേഷം കർത്താവിൻ്റെ ശബ്ദം ശിഷ്യന്മാർ കേട്ടു, അതാണ് ദൈവശബ്ദം. ഹല്ലേലൂയ. പുനരുദ്ധാനം പ്രാപിച്ചതിന് ശേഷം ഹല്ലേലൂയ കർത്താവിനോടുള്ള കൂട്ടായ്മ അവർക്കുണ്ടായി. ഹല്ലേലൂയ. എത്രയോ സന്ദർഭങ്ങളിൽ പുനരുദ്ധാനം പ്രാപിച്ച കർത്താവ് ശിഷ്യന്മാരുമായിട്ട് എന്ത് ചെയ്തു? ഇടപഴകുന്നത് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലൻ കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് ശരീരത്തോടുകൂടെയോ അല്ലായോ എന്നറിയാതെ വണ്ണം തന്നെ ദൈവസന്നിധിയിലേക്ക് എന്ത് ചെയ്യുന്നു? ആത്മാവ് എടുത്തുകൊണ്ട് പോകുമ്പോൾ മനുഷ്യൻ ഉച്ചരിച്ചു കൂടാൻ കഴിയാത്ത ശബ്ദങ്ങളാൽ സ്വർഗീയമായ മഹിമകളെ കാണുവാനും കേൾക്കുവാനും പൗലോസിനും എന്ത് ചെയ്തു? ഇടയായി തീർന്നു. ദൈവവുമായിട്ടുള്ള ബന്ധം. പുനരുദ്ധാനം പ്രാപിച്ചതിന് അനന്തരം ഈ ഭൂമിയിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടതിനും അപ്പുറമായി പൗലോസ് അപ്പോസ്തലന് ദൈവം എന്ത് ചെയ്യുന്നു? തനിക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ താൻ ലേഖനം എഴുതുമ്പോൾ എഴുതി വെച്ചു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ. അപ്പോൾ തനിക്ക് പുനരുദ്ധാനം പ്രാപിച്ച കർത്താവുമായിട്ടാണ് ബന്ധം. അനേക വിശ്വാസികൾക്ക് നിർഭാഗ്യവശാൽ ഇന്ന് യേശുവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് 3.5 വർഷക്കാലം ചെയ്ത കാര്യങ്ങൾ ആവർത്തിച്ച് പ്രാപിക്കാൻ നടക്കുന്നവരാണ്. എന്നാൽ പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിനായിട്ടുള്ളൊരു ബന്ധം എന്ത് ചെയ്യണം? സ്ഥാപിച്ചെടുക്കണം. അതാണ് ശിഷ്യന്മാർ പറഞ്ഞത്, ഞങ്ങളുടെ കണ്ണ് കണ്ടതും കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോഴും പുനരുദ്ധാനം പ്രാപിച്ചപ്പോഴും അവർ കണ്ടു. ഞങ്ങളുടെ കൈ തൊട്ടു, കർത്താവ് ഫിസിക്കലി ജീവിച്ചിരുന്നപ്പോഴും പുനരുദ്ധാനം പ്രാപിച്ചതിന് ശേഷവും യേശുവിനെ തൊട്ടു. ഞങ്ങളുടെ ചെവി ആ ശബ്ദം കേട്ടു, യേശു ഫിസിക്കലി ജീവിച്ചിരിക്കുമ്പോഴും പുനരുദ്ധാനം പ്രാപിച്ചതിന് ശേഷവും ഞങ്ങളുടെ ചെവി അവൻ്റെ ശബ്ദം കേട്ടു. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ ഞങ്ങൾക്ക് ഉള്ള നിത്യജീവനാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? പ്രത്യക്ഷമായിരിക്കുന്നത്. വേറെ ഒന്നിനെ കുറിച്ച് അവിടെ പറയുന്നില്ല. ഞങ്ങൾക്കുള്ള നിത്യജീവൻ ഞങ്ങൾക്ക് പ്രത്യക്ഷമായിരിക്കുന്നു. ഈ കർത്താവിനെ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു, തൊട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവനോടുള്ള കൂട്ടായ്മ നിങ്ങൾക്കും ഉണ്ടാകുവാൻ, ഈ കൂട്ടായ്മ നിങ്ങൾക്കും സാധ്യമാണെന്നാണ്. ആ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. കാരണം ഇതാ ദൈവം മനുഷ്യനോടുകൂടെ, ഇതാ ദൈവം ഇമ്മാനുവേലായി, ഇതാ ദൈവം നമ്മുടെ ഇടയിൽ, ഇതാ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിൽ ക്രൂശ് മരണത്തിൽ പ്രശംസിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചതിൽ നമ്മൾ പ്രശംസിക്കുന്നു. അപ്പോൾ ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വിശ്വാസത്താൽ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ യേശു പുനരുദ്ധാനം പ്രാപിച്ചതിൽ വിശ്വസിക്കുമ്പോൾ എനിക്ക് നീതീകരണം ലഭിച്ചിരിക്കുന്നു. നീതീകരണം ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തി എവിടെ കാണും? നിത്യജീവനിൽ കാണും. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചവൻ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചിരിക്കുന്നു. നീതീകരണം പ്രാപിച്ചിരിക്കുന്നവൻ്റെ ആത്മാവ് നിത്യജീവനിലും കാണും. നമ്മൾ ഇത് പ്രാപിക്കാനാണ് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ വരേണ്ടിയത്. നമ്മുടെ ചെവികൾ അതിനു വേണ്ടിയിട്ടാണ് തുറക്കാൻ. ലുദിയയുടെ ഹൃദയത്തെ തുറന്നതുപോലെ, കൊർന്നൊല്യോസിന്റെ ഹൃദയത്തെ തുറന്നതുപോലെ ദൈവത്തിൻ്റെ സത്യവചനം കേൾക്കേണ്ടുന്നതിന് പരിശുദ്ധാത്മാവ് നമ്മെ എന്ത് ചെയ്യണം? തുറക്കണം. അവനെ കാണുവാൻ, ആ മഹിമ കാണുവാൻ, ആ മഹിമ കണ്ട സാക്ഷികളായി തീരുവാൻ. ക്രിസ്തുവിൻ്റെ മഹിമ കണ്ടവർ ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ മഹിമ കണ്ടവർ ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ മഹിമ, ക്രൂശിൻ്റെ മഹിമ കണ്ടവർ, നീതീകരണത്തിൻ്റെ മഹിമ കണ്ടവർ പുനരുദ്ധാനത്തിൻ്റെ തേജസ് അവർ പ്രാപിക്കും. മധ്യാകാശത്തിൽ കർത്താവിൻ്റെ മഹത്വം അവർ കാണും. കർത്താവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ക്രിസ്തുയേശുവിൽ നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ അനുഭവം നമ്മൾ സ്വായത്തമാക്കാനാണ് നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വരേണ്ടിയത്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. യേശുവിൻ്റെ ക്രൂശ് മരണത്താൽ നാം ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാൽ എത്ര അധികം കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും.
ഗ്ലോറി ടു ഗോഡ്. ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ശിക്ഷാവിധിയിൽ നിന്ന് എന്തിയിരിക്കുന്നു? രക്ഷ കിട്ടിയിരിക്കുന്നെങ്കിൽ യേശു ഇന്ന് മരണപ്പെട്ട് അടക്കപ്പെട്ട് അതോടെ തീർന്നാണോ? പുനരുദ്ധാനം പ്രാപിച്ചതുകൊണ്ട് ആ പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിനാൽ എത്ര അധികം കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ദൈവ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ദൈവത്തിൻ്റെ കോപം ഏതാണ്? നിത്യനരകം. ആ നിത്യനരകം എന്നുള്ള കോപത്തിൽ നിന്ന് നമ്മൾ എത്ര അധികം രക്ഷിക്കപ്പെടും. കാരണം അവൻ ഇന്നും ജീവിക്കുന്നു. ഇന്നും അവൻ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നു. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഇന്നും ആ പദ്ധതി ചെയ്യുന്നു. ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മൾ അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ലോകമനുഷ്യനത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? അവൻ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? ജനിച്ചിട്ടില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവർക്ക് അവർക്കൊരു പൗരത്വം ഉണ്ടെന്നുള്ള കാര്യം അവൻ അറിയാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്നും നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ കേവലം ഭൗമികമായ കാര്യങ്ങൾ ബലാത്കാരം ചെയ്യാനല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വിശ്വസിക്കേണ്ടത്. നമ്മൾ കഴമ്പുള്ള കാര്യം വിശ്വസിച്ച് ബലാത്കാരം ചെയ്യണം. അതാണ് കർത്താവ് പറഞ്ഞത്. ബലാത്കാരികൾ ദൈവരാജ്യം അവകാശമാക്കുന്നതാണ്. ബലാത്കാരികൾ ഭൂമിയിലെ കാര്യം അവകാശമാക്കുന്നതാണോ? ബലാത്കാരികൾ ദൈവരാജ്യം അവകാശമാക്കും. നമ്മൾ എന്ത് കാര്യം അവകാശമാക്കാനാണ് വാഗ്ദത്തങ്ങൾ മുറുകെ പിടിക്കുന്നത്? ദൈവരാജ്യം അവകാശമാക്കാനായിരിക്കണം നമ്മൾ വിശ്വാസത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കുക. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഹല്ലേലൂയ. 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ. ഇപ്പോൾ നമുക്ക് നിരപ്പ് വന്നത് എപ്പോഴാണ്? ദൈവത്തോട് ശത്രുക്കളായിരിക്കുമ്പോൾ. ഹല്ലേലൂയ. പ്രമാണം ലഭിച്ചവനും ദൈവത്തോട് ആരാണ്? ശത്രുത്വമുള്ളവരാണ്. കാരണം എന്താണ്? പ്രമാണം ലഭിച്ച ഇസ്രായേൽ മക്കൾക്കും പ്രമാണത്തിൽ ജീവിക്കാൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. ന്യായപ്രമാണ പ്രകാരം ഒരു ജഡവും എന്ത് ചെയ്യുന്നില്ല? നീതീകരിക്കപ്പെടുന്നില്ല. ഒരു റബി ആയിരുന്നാലും പ്രമാണത്തിന് അനുസരിച്ച് ജീവിക്കാൻ അവൻ എന്ത് ചെയ്തില്ല? സാധിച്ചിട്ടില്ല, പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് പൗലോസും പറഞ്ഞത്, ഒരു ജഡവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെട്ടിട്ടില്ല. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? ശത്രുക്കളായിരിക്കുമ്പോൾ. അപ്പോൾ പ്രമാണം ലഭിച്ചവനും ശത്രുക്കളാണ്. പുറം ജാതിക്കാരായി പ്രമാണം ലഭിക്കാത്തവരും ദൈവത്തോട് എന്താണ്? ശത്രുക്കളാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും നിരപ്പ് കിട്ടണമെങ്കിൽ യഹൂദനാകട്ടെ പുറം ജാതിക്കാരാകട്ടെ അവൻ ക്രൂശിൽ വന്നാലേ അവൻ എന്ത് കിട്ടും? നിരപ്പ് പ്രാപിക്കാൻ, പിതാവാൻ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആ ഉയർത്തെഴുന്നേൽപ്പിനാൽ എത്ര അധികം യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് നമ്മെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിക്ക് എത്ര അധികം നമ്മെ എന്ത് ചെയ്യാൻ പറ്റും? വിടിവിക്കാൻ കഴിയും, രക്ഷിക്കാൻ കഴിയും, നീതീകരിക്കാൻ കഴിയും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അവിടെ 11-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചത്, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ. ഇസ്രായേൽ മക്കൾ ദൈവത്തോടെ നിരപ്പ് പ്രാപിക്കാൻ ഇപ്പോഴും പ്രമാണം, ന്യായപ്രമാണം വച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെസ്സിഹയെ കൂടാതെ നിരപ്പ് പ്രാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ പുറം ജാതിക്കാരായിരിക്കുന്നവർ പിൻപന്മാരായിരുന്നവർ മുൻപന്മാരായി പ്രമാണം ലഭിച്ചവരായിരുന്നു. ആര്? മുൻപന്മാരായിരുന്നത്. ആ മുൻപന്മാരെ പിൻപന്മാരാക്കിക്കൊണ്ട് പുറം ജാതിക്കാരായിരിക്കുന്നവർ വിശ്വാസ നീതീകരണത്താൽ മുൻപന്മാരായി. ഹല്ലേലൂയ. ഗ്ലോറി. ദൈവത്തിൻ്റെ സ്നേഹം കണ്ടോ? നമ്മുടെ രക്ഷാ കർത്താവിൻ്റെ രഹസ്യ വരവിൽ സഭ എടുക്കപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം 7 വർഷത്തെ കാലത്തെ യഹൂദനുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കണക്ക് എന്ത് ചെയ്യാനുണ്ട്? തീരാനുണ്ട്. ആ കണക്ക് തീരേണ്ടിയ സമയം അടുത്ത് എന്ത് ചെയ്യാണ്? വരികയാണ്. എതിർ ക്രിസ്തുവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമയത്തിലേക്ക് ഇസ്രായേൽ മക്കൾ എത്തിച്ചേരും. ഇന്നീ കാണുന്ന യുദ്ധമുഖത്തിലെ വിഷയങ്ങൾ പലർക്കും പലതും പറയാനുണ്ടെങ്കിലും അവരെ ആർക്കും തൊടാൻ എന്ത് ചെയ്യത്തില്ല?
കഴിയത്തില്ല എന്നൊക്കെ പലർക്കും പറയാൻ കഴിയുന്നുണ്ടെങ്കിലും വചനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അവൻ ആരുമില്ല എന്ന് വരുമാറ് അവൻ കൈവിടപ്പെടും. ഇസ്രായേൽ അവനെ താങ്ങുന്നവനൊക്കെയും മുറിവേൽക്കപ്പെടും. അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ വണ്ണം എല്ലാ രാജ്യങ്ങളും കൈവിടപ്പെടുന്ന ഒരു സമയം വരും. അതിനി അനധിവിദൂര ഭാവിയിൽ അത് സംഭവിക്കും. അപ്പോൾ ഓർത്തുകൊള്ളണം, കർത്താവിൻ്റെ രഹസ്യവരവ് സംഭവിക്കും. അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ എന്ത് ചെയ്യുവിൻ? കർത്താവ് പറഞ്ഞു, അത് പഠിപ്പിൻ. ഇസ്രായേൽ ജനത്തെ കുറിച്ചിട്ടാണ് കർത്താവ് അവിടെ പറയുന്നത്. അതിൻ്റെ ഇല തളിർക്കുമ്പോൾ ദൈവജനത്തിൻ്റെ വീണ്ടെടുപ്പിന്റെ സമയം ആസന്നമായിരിക്കുന്നു എന്ന് അവരറിയട്ടെ. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ 7 വർഷക്കാലത്തെ ഒരു പീഡയെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ആ സമയത്തിലാണ് ഒടുവിൽ അവന് നിവൃത്തിയില്ലാതെ വരുന്ന സമയത്തിൽ അവൻ കുത്തിയവങ്കിലേക്ക് നോക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം ഒരുവനെ കുത്തി. ആരായിരുന്നു അത്? ക്രിസ്തു. ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു ദൈവം, മറ്റൊരു രാജാവില്ല എന്ന് പറയുകയും ഇവനെ ക്രൂശിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ് കുത്തിയവങ്കിലേക്ക് നോക്കും. ഞങ്ങൾ കാത്തിരുന്ന മെശിഹ എതിർ ക്രിസ്തുവായ മെശിഹയല്ല, ഞങ്ങൾ കാത്തിരുന്ന മെശിഹ 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ഞങ്ങൾ കുത്തിയവനായിരുന്നു യഥാർത്ഥ മെശിഹ എന്ന് അവൻ വിശ്വസിക്കുന്ന ഒരു സമയം വരാൻ പോവുകയാണ്. അത്രമാത്രം പീഡയിലേക്ക് ഇസ്രായേൽ ജനം എന്ത് ചെയ്യും? കടന്നു പോകും. ഇന്ന് കാണുന്ന ഈ ജയങ്ങൾ പരാജയങ്ങളിലേക്ക് പോകുന്ന സമയം അനധിവിദൂര ഭാവിയിൽ സംഭവിക്കും. ദൈവവചനമാണ്. ഗ്ലോറി ടു ഗോഡ്. ഇതൊക്കെയും കാണുമ്പോൾ ദൈവത്തിൻ്റെ ജനം അവരുടെ വീണ്ടെടുപ്പിൻ്റെ സമയം ആസന്നമായി എന്ന് എന്ത് ചെയ്തോണം? ഓർത്തുകൊള്ളണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത്, ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരമാണ് നാം ദൈവത്തിൽ പ്രശംസിക്കുന്നത്. കാരണം ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ എനിക്ക് ലഭിച്ചത് കൊണ്ട് ഞാൻ യേശുവിൽ പ്രശംസിക്കുന്നു. ന്യായപ്രമാണം പ്രമാണിക്കുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം യേശുക്രിസ്തുവിൽ ഞാൻ കണ്ടു. കർത്താവ് ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? അനുസരിച്ചു. അവൻ പുനരുദ്ധാനം പ്രാപിച്ചു. അതിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് വിശ്വസിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കും. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിൽ ഞാൻ പ്രശംസിക്കും. നീതീകരണത്തിലൂടെ നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും വിശ്വാസത്താൽ ഞാൻ എന്ത് ചെയ്തു? ഏറ്റെടുത്തത് കൊണ്ട് അതിൽ ഞാൻ എന്ത് ചെയ്യും? പ്രശംസിക്കും. ഇപ്പൊ നമ്മുടെ പ്രശംസ ആരിലാണ്? ക്രിസ്തു. അവൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രശംസിക്കുന്നത്. അതാർക്ക് വേണ്ടിയിട്ടുള്ള മരണം? എനിക്ക് വേണ്ടിയിട്ടുള്ള. അതാർക്ക് വേണ്ടിയിട്ടുള്ള പുനരുദ്ധാനം? എനിക്ക് വേണ്ടിയിട്ടുള്ള. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കും. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ വരാം 12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. കണ്ടോ? മരണം ലോകത്തിൽ കടന്നു. അതുവരെ മരണം ലോകത്തിൽ കടക്കാൻ പറ്റത്തില്ല. മരണം ലോകത്തിൽ കടന്നു. ഫിസിക്കൽ ഡെത്തും സ്പിരിച്വൽ ഡെത്തും ലോകത്തിൽ കടന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. എന്താണ്? ഏക മനുഷ്യനാൽ പാപം. അപ്പോൾ ഫിസിക്കൽ ഡെത്തും സ്പിരിച്വൽ ഡെത്തും ഈ ലോകത്തിൽ കടന്നത് ഒരൊറ്റ കാര്യം, അനുസരണക്കേട്. ഏദൻ തോട്ടത്തിൽ ദൈവം വിലക്കിയതിനെ മനുഷ്യൻ എന്ത് ചെയ്തു? സ്വീകരിച്ചു, ഭക്ഷിച്ചു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ്. ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ദൈവം എന്താകുന്നു? ആത്മാവാകും. ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ സ്വരൂപം ദൈവം ആർക്ക് മാത്രമേ കൊടുത്തുള്ളൂ? മനുഷ്യൻ. മൃഗങ്ങൾക്കൊന്നും ദൈവം ആത്മാവിന് എന്ത് ചെയ്യില്ല? കൊടുത്തിട്ടില്ല. മൃഗങ്ങൾക്ക് ശരീരമുണ്ട്, പ്രാണനുണ്ട്. ശരീരവും പ്രാണനും മാത്രമേ മൃഗങ്ങൾക്കുള്ളൂ. പക്ഷെ മനുഷ്യനോ ശരീരമുണ്ട്, പ്രാണനുണ്ട്, ആത്മാവും. അപ്പോൾ ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ആത്മാവിനെ സൃഷ്ടിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായിട്ട് ദൈവം എന്ത് ചെയ്തു? അവരെ, ബഹുവചനമാണ്, അവരെ സൃഷ്ടിച്ചു. 1-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ
ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അവരെ സൃഷ്ടിച്ചു എന്നാണ്. 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. 1-ാമത്തെ അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ അവരെ സൃഷ്ടിച്ച് എന്ന് പറയുന്ന ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവം ആത്മാവിൽ മനുഷ്യനെ എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കുന്നു. അപ്പോൾ 1-ാമത്തെ സൃഷ്ടി എന്താണ്? മണ്ണ് കൊണ്ടുള്ളത് 2-ാമതാണ്. ആത്മാവിനെ സൃഷ്ടിച്ചു, അവരെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായിട്ട് ഒരുമിച്ച് എന്ത് ചെയ്തു? ദൈവം സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ആ സൃഷ്ടിച്ചിട്ട് ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യന്റെ രൂപം എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. എടുത്തതിന് ശേഷം 1-ാമത്തെ അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച അവരെ ദൈവം ഈ ശരീരത്തിലേക്ക് എന്ത് ചെയ്തു? സന്നിവേശിപ്പിച്ചു. ഈ സന്നിവേശിപ്പിക്കപ്പെട്ട മനുഷ്യനെ 22-ന്റെ വാക്യത്തിൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ച് യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി. അപ്പോൾ ആദാമിന് ദൈവം കൊടുത്ത ആത്മാവിൽ ആരുണ്ടായിരുന്നു? ഹവ്വ ഉണ്ടായിരുന്നു. ആ ഹവ്വയെ ദൈവം എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്യുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ അവരെ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിൽ നിന്ന് പകുത്തെടുത്തു. ഗ്ലോറി ടു ഗോഡ്. ആത്മാവിനെ ദൈവം പകുത്തെടുക്കുമ്പോൾ ആണും പെണ്ണുമായിട്ട് ദൈവം അവരെ എന്ത് ചെയ്തു? സൃഷ്ടിച്ചിട്ട് നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ എന്ത് ചെയ്തു? അവൻ്റെ ഫിസിക്കൽ രൂപം എടുത്തിട്ട് ദൈവം തൻ്റെ ആത്മാവിനെ എന്ത് ചെയ്യുന്നു? ആ ശരീരത്തിൽ സന്നിവേശിപ്പിക്കുമ്പോൾ ആദ്യം ദൈവം സൃഷ്ടിച്ചവനിൽ ആരും കൂടെ ഉണ്ട്? ഹവ്വ കൂടി ഉണ്ട്. ഈ ഹവ്വയെ ദൈവം എന്ത് ചെയ്തു? ഒരു ഗാഢനിദ്ര വരുത്തി. ആദ്യമായിട്ട് ലോകത്തിൽ മനുഷ്യന് അനസ്തേഷ്യ കൊടുത്തത് ആരാണ്? ദൈവം. ഒരു ഗാഢനിദ്ര വരുത്തി. ഓപ്പറേഷൻ ചെയ്യണം, അവൻ്റെ വാരിയിൽ എടുക്കുമ്പോൾ ഒരു അനസ്തേഷ്യ ദൈവം എന്ത് ചെയ്തു? കൊടുത്തിട്ട് ആ വാരിയിൽ എടുത്തപ്പോൾ അതിനൊരു സ്ത്രീയാക്കി മാറ്റി. അപ്പോൾ ആദാമിൽ നിന്ന് ദൈവം സ്ത്രീ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. 1-ാം വാക്യം 27-ാമത്തെ വാക്യം ഒത്തിരി ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ആദ്യം ദൈവം സൃഷ്ടിച്ചാരാ? തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിക്കുന്നത്. അതിൽ 2 ഉൾപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. ആ 2 ഉൾപ്പെട്ടിരുന്നതിനെ ദൈവം എന്ത് ചെയ്തു? മണ്ണിലേക്ക് എന്ത് ചെയ്തു? സന്നിവേശിപ്പിച്ചു. ആ സന്നിവേശിപ്പിച്ചതിൽ നിന്ന് ദൈവം മനുഷ്യന് ഗാഢനിദ്ര കൊടുത്തിട്ട് അതിൽ നിന്ന് ഹവ്വയെ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഇനി 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ വരാം. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ വായിച്ച സൃഷ്ടിക്കപ്പെട്ട ആ ജീവന് എന്ത് ചെയ്തു? തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ജീവന് എന്ത് ചെയ്തു? മനുഷ്യനിൽ ദൈവം സന്നിവേശിപ്പിച്ചു. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ദേഹിയിലെ ജീവനാണ് ആത്മാവ്. ശരീരത്തിലെ ജീവൻ കുടികൊള്ളുന്നത് രക്തത്തിൽ. ഗ്ലോറി ടു ഗോഡ്. ദേഹിയിലെ ജീവനാണ് ആത്മാവ്. ഈ ആത്മാവാണ് ദൈവവുമായിട്ട് ബന്ധം പുലർത്താൻ ദൈവം കൊടുത്തത്. ഈ ആത്മാവ് എന്ത് ചെയ്യണം? ജീവവൃക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യണം? സ്വീകരിക്കണം. പക്ഷെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? സ്വീകരിക്കും. അറിവ് എന്തിനെ കാണിക്കും? അറിവ് ദേഹിയിലുള്ളതാണ്. ദേഹി കൊണ്ട് എന്ത് ചെയ്യരുത്? ഒരു കടുത്ത വിഷയമാണ്. ദേഹിയിലെ ഇച്ഛാശക്തിയിൽ മനുഷ്യൻ വീണു. ആത്മാവിൽ ദൈവവുമായിട്ട് ബന്ധം പുലർത്തുന്ന കാര്യത്തിൽ മനുഷ്യൻ എത്തിച്ചേർന്നതിന് മുമ്പേ പിശാച് എന്ത് ചെയ്യുന്നു? മനുഷ്യനെ ട്രാപ്പിലാക്കി. അനുസരണക്കേടുന്ന പാപത്താൽ ദേഹിയിലെ ജീവൻ ആത്മാവായ ദൈവവുമായിട്ട് ബന്ധം പുലർത്തുന്നത് എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തുന്നതിനെയാണ് സ്പിരിച്വൽ ഡെത്ത് എന്ന് പറയുന്ന ആത്മീയ മരണം. അത് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചു. ആ മരണത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയ മനുഷ്യനെ വീണ്ടും ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനാണ് ദൈവ ന്യായപ്രമാണം കൊടുക്കുന്നത്. പുറംജാതിക്കാർക്ക് അത് ലഭിച്ചില്ല. എന്നാൽ ദൈവം യഹൂദൻ്റെ മാത്രം ദൈവമോ പുറം ജാതിക്കാരുടെയും ദൈവമല്ലയോ? അങ്ങനെ കാലത്തിൻ്റെ സമ്പൂർണതയിൽ യഹൂദനെയും പുറം ജാതിക്കാരെയും ഒരുമിച്ച് ദൈവത്തോട് അടുപ്പിക്കുവാൻ കാൽവറി ക്രൂസിൽ ദൈവം ഒരുക്കിയ പദ്ധതി. ഗ്ലോറി ടു ഗോഡ്. അവർക്ക് ഒരുപോലെ നിത്യജീവൻ ഉണ്ടാകുവാൻ യേശു ക്രിസ്തു മരണത്തെ എന്ത് ചെയ്തു? അതിജീവിച്ചു, പുനരുദ്ധാനം ചെയ്തു. ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ മൂക്കിൽ വീണ്ടും കർത്താവ് എന്ത് ചെയ്യുന്നു? ജീവശ്വാസം ഊതി.
കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചതിന് ശേഷം ആദ്യം ചെയ്ത ശുശ്രൂഷ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിഷ്യന്മാരുടെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഏദൻ തോട്ടത്തിൽ മണ്ണിൽ നിന്നെടുത്ത മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അതേ ജീവശ്വാസം യേശു എന്ത് ചെയ്തു? വീണ്ടും ഊതി. അപ്പോൾ ഏദൻ തോട്ടത്തിലെ ദൈവം ആര്? പുതിയ നിയമത്തിലെ ദൈവം ആര്? പിതാവും പുത്രനും ഒന്നത്രേ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ എന്ത് ചെയ്തു? കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും എന്തിയിരിക്കുന്നു? പരന്നിരിക്കുന്നു. 13-ാം വാക്യം. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ എന്ത് ചെയ്യുന്നില്ല? കണക്കിടുന്നില്ല. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. അപ്പം ന്യായപ്രമാണം വന്നതിന് ശേഷം പാപം ഇല്ലയോ? ന്യായപ്രമാണത്തിന് ശേഷം പാപമുണ്ട്. പാപത്തിൻ്റെ ശിക്ഷാവിധികൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. പാപത്തിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. പാപം ചെയ്താൽ അതിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടിയതിന് എന്തൊക്കെ രീതിയിലുള്ള യാഗങ്ങൾ കഴിക്കണമെന്നുള്ള കാര്യം പ്രമാണത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അത് ആർക്ക് മാത്രമുള്ളതാണ്? യഹൂദ ജനതയ്ക്ക് മാത്രമുള്ള. അപ്പോൾ പുറംജാതിക്കാരെന്ത് ചെയ്യും? അതുവരെയും എന്ത് ചെയ്യുന്നില്ല. അവർക്ക് തോന്നുന്ന രീതിയിൽ ദൈവങ്ങൾ എന്ത് ചെയ്തു? അവർ സ്വന്തം സങ്കല്പങ്ങളിൽ ദൈവങ്ങളെ ഉണ്ടാക്കി. ഗ്ലോറി ടു ഗോഡ്. അതൊക്കെ ദൈവങ്ങളാണെന്ന് വിചാരിച്ചിട്ട് അതിനെയൊക്കെ പലവിധമായ ആരാധനാക്രമങ്ങളിൽ അവർ ദൈവസങ്കല്പങ്ങളിൽ എന്ത് ചെയ്തു? ദൈവത്തെ ആരാധിച്ചു പോന്നു. അവയിൽ നിന്ന് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയും വീണ്ടെടുപ്പും ഈ അന്ത്യകാലത്തിൽ എന്ത് ചെയ്യണം? ദൈവസഭ വെളിപ്പെടുത്തി കൊടുക്കണം. ഗ്ലോറി ടു ഗോഡ്. കാരണം ഈ രക്ഷ ആർക്കും കൂടി ഉള്ളതാണ്. ലോകത്തിലുള്ള സകല ജാതികൾക്കുമുള്ളതാണ് യേശുക്രിസ്തുവിലൂടെ ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. 14-ാമത്തെ വാക്യം. എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. അപ്പോൾ മരണം മനുഷ്യൻ എന്ത് ചെയ്തു? വാണു. എന്തോ ഒരു ദുരന്തമാണത്. ജീവനിൽ വാഴാൻ വിളിക്കപ്പെട്ടവൻ. മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ പറഞ്ഞെന്താണ്? സകലത്തിൻ്റെ മുകളിൽ നീ എന്ത് ചെയ്യണം? വാഴണം. പക്ഷെ അനുസരണക്കേടെന്നുള്ള ഒറ്റ പാപം നിമിത്തം ഇന്ന് സകലവും മനുഷ്യനെ വാഴുകയാണ്. ഹല്ലേലൂയ. മരണത്താൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? വാഴുകയാണ്, ശത്രുവായ പിശാച്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ആ 14-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി. വരുവാനുള്ളവൻ എന്നവിടെ പറഞ്ഞിരിക്കുന്ന ആരാണ്? ക്രിസ്തു. അപ്പോൾ വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാം. അപ്പോൾ ആദാമിൻ്റെ പ്രതിരൂപത്തിലല്ല ക്രിസ്തു എന്ത് ചെയ്തേ? വന്നത്. ക്രിസ്തുവിൻ്റെ പ്രതിരൂപത്തിലാണ് ആദാം സൃഷ്ടിക്കപ്പെട്ടത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ മനുഷ്യൻ്റെ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ വരുവാനുള്ളവനായിരുന്നത്. അവൻ്റെ പ്രതിരൂപത്തിലാണ് എന്ത് ചെയ്തേ? തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യൻ എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ആ സ്വരൂപം, ദൈവസ്വരൂപം അതുവരെ എന്ത് ചെയ്തിട്ടില്ല? വെളിപ്പെട്ടിട്ടില്ല. വരുവാനുള്ളവൻ്റെ പ്രതിരൂപത്തിലാണ് ആദാം എന്ത് ചെയ്തത്? സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ പുത്രനായ ക്രിസ്തുവിൻ്റെ സ്വരൂപം ആദാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ മനുഷ്യ സ്വരൂപത്തിലാണ് അവൻ. മനസ്സിലായോ? വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാം. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ വരുവാനുള്ളവൻ ആരായിരുന്നു? ക്രിസ്തു. അപ്പോൾ ആ പ്രതിരൂപത്തിലാണ് ആരെ സൃഷ്ടിച്ചത്? ആദാമിനെ സൃഷ്ടിച്ചത്. പക്ഷെ ആ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ലംഘനം, എന്ത് ലംഘനം? ന്യായപ്രമാണം ലംഘിച്ച ലംഘനം. കൃപാവരം, എന്ത് കൃപാവരം? യേശുക്രിസ്തുവിലൂടെയുള്ള കൃപാവരം. ആ കൃപാവരത്തിലെ രണ്ട് വശങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും നീതീകരണത്തിലൂടെയുള്ള നിത്യജീവൻ. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ ലംഘനം എന്ത് മാത്രം കൊണ്ടുകൊടുക്കും? മരണത്തെ കൊണ്ടുപോകും. കൃപാവരമോ രക്ഷയും നീതീകരണവും കൊണ്ടുവരും. പ്രമാണത്തെ മാത്രം മുറുകെ പിടിച്ചു പോകുന്ന ഇസ്രായേൽ മക്കൾക്ക് എന്ത് സംഭവിക്കും? മെസ്സിഹയെ കൂടാതെ രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല.
അതുകൊണ്ടാണ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞത്, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ വേറെ ഒരു നാമവുമില്ല, വേറെ ഒരു മാർഗവുമില്ല. എല്ലാവരുടെയും കയ്യിൽ പുറംജാതിക്കാരായിട്ടുള്ളവരേലും പുതിയ നിയമം പഴയ നിയമം ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇത് തെളിയിച്ചു കൊടുക്കാൻ എത്യോപ്യ രാജ്ഞിയിലെ കൊട്ടാരത്തിലെ ഷണ്ടനായിട്ടുള്ള മനുഷ്യൻ തേരിലിരുന്ന് പോകുന്നത് പോലെയാണ് ഒരുപാട് വിശ്വാസികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് വല്ല മനസ്സിലാവണുണ്ടോ എന്ന് ചോദിക്കാൻ ഫിലിപ്പോസിനെ പോലുള്ള ശുശ്രൂഷക്കാർ ഇന്ന് വിരളമാണ്. ഈ പുതിയ വിശ്വാസികളും പഴയ വിശ്വാസികളെല്ലാം തേരിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പിടിച്ചു നിർത്തി ഈ കാര്യം വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുവാൻ ഫിലിപ്പോസിനെ പോലുള്ള അഭിഷിക്തന്മാരായ, അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഹല്ലേലൂയ തെളിയിച്ചു കൊടുക്കുവാൻ വെളിപ്പാടിൻ്റെ ആത്മാവുള്ള, ജ്ഞാനത്തിൻ്റെ ആത്മാവുള്ള, വ്യാഖ്യാനത്തിൻ്റെ വരമുള്ള ശുശ്രൂഷക്കാർ വിരളമാണ്. അങ്ങനെയുള്ള ആത്മാവ് പ്രാപിച്ചിരിക്കുന്നവർ ഉണ്ടെങ്കിൽ ഈ തേരിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നഷ്ടപ്പെട്ടു പോകാതെ അവരെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിമജ്ജനം കൊടുത്ത്, സ്നാനം കൊടുത്ത് അവർക്ക് തെളിച്ചം കിട്ടിയിട്ട് അവർ നിത്യതയെക്കുറിച്ചിട്ടുള്ള ബോധ്യം എന്ത് ചെയ്യും ഉണ്ടായേനെ. മാനുഷികമായിട്ടുള്ള ഒരു ഒരു ഇതുകൊണ്ട് പറയുന്നതല്ല പ്രിയമുള്ളവരെ, മനസ്സിനകത്തും ആത്മാവിനകത്തും ഒരു സങ്കടമുണ്ട്. കാരണം ഈ ജനം കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ കാര്യങ്ങളുടെ പുറകെ പോയിട്ട് അവർ നശിച്ചു പോകുമല്ലോ എന്നുള്ള ആത്മഭാരം കൊണ്ട് പറയുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചെന്താ 15-ാമത്തെ, എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെ അല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു, എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനം, ഇത് ദാനമാണ്. ഏത് ദാനം? രക്ഷയും നീതീകരണവും ദാനമാണ്. വിശ്വാസത്താൽ ആ ദാനം സ്വീകരിക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്ലോറി ടു ഗോഡ്. 16-ാമത്തെ വാക്യം മുതൽ, ഏകൻ്റെ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു, കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ദൈവം നമുക്ക് ദാനമായി തന്നത് ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാനും നീതീകരണത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിനുമുള്ള ദൈവത്തിൻ്റെ ദാനമാണ് ക്രൂശിൽ സംഭവിച്ചത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പ്രിയമുള്ളവരെ, സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്താണെന്നറിയോ? യേശു കുരുടന് കാഴ്ച കൊടുത്തു, ആർക്ക് മനസ്സിലാവില്ല. യേശു ചെകിടന് കേൾവി കൊടുത്തു, ആർക്ക് മനസ്സിലാവില്ല. മുടന്തൻ തുള്ളിച്ചാടി പോയി, ആർക്ക് മനസ്സിലാവില്ല. പക്ഷെ ലേഖനഭാഗത്തിൽ വരണം, ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരാതെ ആർക്കും മനസ്സിലാവത്തില്ല. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ രക്ഷ, അത് ലോകത്തിൻ്റെ കണ്ണിന് കാണാൻ കഴിയാത്തത്, ലോകത്തിൻ്റെ ചെവിക്ക് കേൾക്കാൻ കഴിയാത്തത്, അവരുടെ ചെവി പൊത്തിക്കളയും. ഗ്ലോറി ടു ഗോഡ്. ആരുടെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ കഴിയാത്തത് ദൈവമോ നമുക്ക് തൻ്റെ ആത്മാവിനാൽ ഈ രക്ഷയെ വെളിപ്പെടുത്തിയിരിക്കുന്നു, ഈ നീതീകരണത്തിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 17-ാമത്തെ വാക്യം, ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. മരണം മനുഷ്യൻ്റെ മേൽ എന്ത് ചെയ്തു? വാണുവെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന ഈ നീതിദാനത്തിൻ്റെ സമൃദ്ധി, എന്ത് സമൃദ്ധി? ലോകത്തിൻ്റെ അനുഗ്രഹ സമൃദ്ധിയല്ല, നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് യേശുക്രിസ്തു ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതിയെക്കുറിച്ചും നീതീകരണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ ദൈവം വചനത്തിലൂടെ നമുക്ക് തരുന്ന സമൃദ്ധി ലഭിക്കുന്നവർ, മരണം നമ്മുടെ മേൽ വാണിരുന്ന എങ്കിൽ ഈ സമൃദ്ധി ലഭിച്ചിരിക്കുന്നവർ മരണത്തിൻ്റെ മകളിൽ ജീവനിൽ വാഴും. ഗ്ലോറി ടു ഗോഡ്. കണ്ടോ ആ വാക്യത്തിൻ്റെ മഹിമ കണ്ടു? ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ
കൃപയുടെ നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ, രണ്ടും ഏകനാണ്. എന്നാ ആദാം എന്ന ഏകൻ നിമിത്തമുള്ളതും ഒടുക്കത്തെ ആദാം എന്ന ക്രിസ്തു എന്ന ഏകൻ നിമിത്തവും. ആദാം എന്ന ഏകൻ നിമിത്തം മരണമാണുവെങ്കിൽ ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ജീവനിൽ വാഴും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ മക്കൾ യേശു ക്രിസ്തുവിലൂടെ അവകാശമാക്കാൻ. അപ്പോൾ പാപത്താൽ ഉള്ള മരണത്തിൻ്റെ മകളിൽ ദൈവം നമുക്ക് നൽകിയ നീതിദാനത്തിൻ്റെ സമൃദ്ധി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സമൃദ്ധിയാൽ നമ്മളിൽ പോലും ഇരിക്കുന്ന മരണത്തിൻ്റെ മകളിൽ നമുക്ക് വാഴുവാൻ കഴിയും. ഈ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ആത്മാവ് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഈ പ്രത്യാശ ഭംഗമുണ്ടാകാത്ത പ്രത്യാശയാണ്, മങ്ങിപ്പോകാത്ത പ്രത്യാശയാണ്. ഹല്ലേലൂയ. മരണത്തിനപ്പുറത്തേക്ക് നിത്യജീവനിൽ നമ്മെ എത്തിക്കുന്ന പ്രത്യാശ. ഈ പ്രത്യാശയുടെ സമൃദ്ധി കൊണ്ട്, ഈ വിശ്വാസത്തിൻ്റെ സമൃദ്ധി കൊണ്ട് ദൈവം നമ്മേവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും ഘനവും ദൈവത്തിന് അർപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.